മജ്ജ്ഹിമനികായ 110 ചൂളപുണ്ണമ സൂത്ത്. ഈ സൂത്രത്തിൽ ഭഗവാൻ രണ്ട് വ്യക്തികളെ പറ്റിയുള്ള വ്യത്യാസങ്ങൾ പറയുകയാണ്. അതായത് സത്പുരുഷൻ, അസത്പുരുഷൻ. സത്പുരുഷൻ എന്ന് പറയുമ്പോൾ നല്ല ഒരു വ്യക്തി, അസത്പുരുഷൻ എന്ന് പറയുന്ന സമയത്ത് മൂഢനായിട്ടുള്ള വ്യക്തി, ഗുണമുള്ള വ്യക്തി, ഗുണമില്ലാത്ത വ്യക്തി, നല്ല വ്യക്തി, ചീത്ത വ്യക്തി. ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ അസത്പുരുഷനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സൂത്രം കേട്ടതിന് ശേഷം നമ്മൾ സത്പുരുഷരാകാൻ ശ്രദ്ധിക്കണം. അതാണ് ഈ സൂത്രത്തിൻ്റെ പ്രത്യേകത. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ മികാരമാതാവിൻ്റെ ആശ്രമമായിട്ടുള്ള പുബ്ബാരാമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് പൗർണമി ദിവസമായിരുന്നു, ഉപോസത്ത ദിവസമായിരുന്നു. ഭഗവാൻ തുറന്ന ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. ചുറ്റും ഭിക്ഷുസംഘവും ഉണ്ടായിരുന്നു. ഭഗവാൻ മൗനരായിരിക്കുന്ന ആ ഭിക്ഷുസംഘത്തെ അവലോകനം ചെയ്തു. എന്നിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു: ഭിക്ഷുക്കളെ, അസത്പുരുഷനായിട്ടുള്ള ഒരു വ്യക്തി മറ്റൊരു അസത്പുരുഷനെ ആ വ്യക്തിക്ക് അറിയാൻ സാധിക്കുമോ? ഈ വ്യക്തി അസത്പുരുഷനായിട്ടുള്ള വ്യക്തിയാണ് എന്ന് അവർക്ക് അറിയാൻ സാധിക്കുമോ? അതായത് ഈ വ്യക്തി ദുഷ്ടനായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് അറിയാൻ സാധിക്കുമോ? ഭിക്ഷുക്കൾ പറഞ്ഞു, ഇല്ല ബന്ധേ. ഭഗവാൻ പറഞ്ഞു, സാധു ഭിക്ഷവേ, വളരെ നല്ലത് ഭിക്ഷുക്കളെ. ഒരു അസത്പുരുഷൻ മറ്റൊരു അസത്പുരുഷനെ അറിയുക എന്നുള്ളത് അസംഭവമാണ്. അത് സംഭവിക്കില്ല. ഈ വ്യക്തി അസത്പുരുഷനാണ് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകില്ല. ഇത് തന്നെയാണെന്ന് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മിക്ക വ്യക്തികളും അസത്പുരുഷന്മാരാണ്, അല്ലെങ്കിൽ ചീത്തയായിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ മറ്റൊരു വ്യക്തി ചീത്തയാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം അവർ എല്ലാ കാര്യവും ചീത്ത തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് മറ്റൊരു ചീത്ത വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഭിക്ഷുക്കളെ, ഒരു അസത്പുരുഷന് ഒരു സത്പുരുഷനെ അറിയാൻ സാധിക്കുമോ ഈ വ്യക്തി സത്പുരുഷനാണ് എന്ന്? ഭിക്ഷുക്കൾ പറഞ്ഞു, ഇല്ല ബന്ധേ. സാധു ഭിക്ഷവേ. ഭിക്ഷുക്കളെ, ഒരു അസത്പുരുഷന് ഇത് സത്പുരുഷനാണ് എന്ന് അറിയാൻ അസംഭവ്യമാണ്, അത് സാധ്യമല്ല. ഭിക്ഷുക്കളെ, ഒരു അസത്പുരുഷന് ഈ ദുർഗുണങ്ങൾ ഉണ്ടായിരിക്കും. അവർ അസത്പുരുഷന്മാരുമായിട്ട് മാത്രമേ കൂട്ടുകൂടുകയുള്ളൂ. അവരുടെ വിചാരം, മാർഗനിർദ്ദേശം, സംഭാഷണം, പ്രവൃത്തി, ദർശനം, ദാനം ഇവയെല്ലാം അസത്പുരുഷന്മാരുടെ തന്നെ ആയിരിക്കും. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഒരു അസത്പുരുഷന് ദുർഗുണങ്ങൾ ഉണ്ടാകുന്നത്? ഭിക്ഷുക്കളെ, ഒരു അസത്പുരുഷൻ അശ്രദ്ധോ ഹോതി, ശ്രദ്ധാവാൻ അല്ല. അഹിരികോ ഹോതി, ലജ്ജാവാൻ അല്ല. അതായത് പാപകർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ലജ്ജയുണ്ടാകണം, അതില്ല. അനൊത്തപ്പി ഹോതി, ഭയമില്ലാത്ത വ്യക്തിയാണ്. അതായത് പാപകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് നരകം ലഭിക്കും എന്ന ഭയമില്ല. അപ്പസ്സുതോ, അല്പം മാത്രം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. കുസിതോ ഹോതി, മടിയനായിട്ടുള്ള വ്യക്തിയാണ്. മുട്ടസതി ഹോതി, ആ വ്യക്തിയുടെ സതി അല്ലെങ്കിൽ അവയർനെസ്, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഇല്ല. ദുപ്പഞ്ഞോ ഹോതി, ആ വ്യക്തിക്ക് പ്രജ്ഞ എന്ന് പറയുന്നത് തീരെയില്ല. ഇങ്ങനെയാണ് ഒരു അസത്പുരുഷന് ദുർഗുണങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ഈ കാര്യങ്ങളെ തന്നെ കുറച്ചുകൂടി വിവരിച്ചിട്ടാണ് ഭഗവാൻ പറയുന്നത്. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഒരു അസത്പുരുഷൻ അസത്പുരുഷനുമായിട്ട് സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്നത്? ഭിക്ഷുക്കളെ, ഒരു അസത്പുരുഷൻ അത്തരത്തിലുള്ള ശ്രമണ ബ്രാഹ്മണന്മാരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്. ആ ശ്രമണ ബ്രാഹ്മണന്മാർ ശ്രദ്ധാഹീനരാണ്, ലജ്ജയില്ലാത്തവരാണ്, ഭയമില്ലാത്തവരാണ്, പഠിക്കാത്തവരാണ്, മടിയന്മാരാണ്, സതി ഇല്ലാത്തവരാണ്, പ്രജ്ഞയില്ലാത്തവരാണ്. അത്തരം ശ്രമണ ബ്രാഹ്മണന്മാരോടായിരിക്കും ഈ അസത്പുരുഷൻ ബന്ധം സ്ഥാപിക്കുന്നത്. ഭിക്ഷുക്കളെ, ഇപ്രകാരമാണ് ഒരു അസത്പുരുഷൻ അസത്പുരുഷന്മാരുമായിട്ട് കൂട്ടുകൂടുന്നത്. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഒരു അസത്പുരുഷന് അസത്പുരുഷന്മാരുടെ ചേതന അല്ലെങ്കിൽ ചിന്തകൾ ഉണ്ടാകുന്നത്? ഭിക്ഷുക്കളെ, ഒരു അസത്പുരുഷൻ സ്വയം ഹാനി വരുത്തുന്ന ചിന്തകൾ ചെയ്യുന്നു, മറ്റുള്ളവർക്ക് ഹാനി വരുത്തുന്ന ചിന്തകൾ ഉണ്ടാക്കുന്നു, തനിക്കും മറ്റുള്ളവർക്കും ഹാനി വരുത്തുന്ന ചിന്തകൾ തൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നു. ഇപ്രകാരമാണ് അസത്പുരുഷനായിട്ടുള്ള വ്യക്തിക്ക് അസത്പുരുഷൻ്റെ ചിന്തകൾ ഉണ്ടാകുന്നത്.
ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഒരു അസത് പുരുഷൻ കൊടുക്കുന്ന മാർഗനിർദ്ദേശം അസത് പുരുഷൻ്റെ മാർഗനിർദ്ദേശമായിട്ട് മാറുന്നത്? ഭിക്ഷുക്കളെ, ഒരു അസത് പുരുഷൻ അസത് പുരുഷൻ്റെതായിട്ടുള്ള മാർഗനിർദ്ദേശം കൊടുക്കുന്നു. ആ മാർഗനിർദ്ദേശങ്ങൾ തനിക്ക് ഹാനിയുണ്ടാക്കുന്നതാണ്, മറ്റുള്ളവർക്ക് ഹാനിയുണ്ടാക്കുന്നതാണ്, തനിക്കും മറ്റുള്ളവർക്കും ഹാനിയുണ്ടാക്കുന്നതാണ്. ഇപ്രകാരമാണ് ഒരു അസത് പുരുഷൻ്റെ രൂപത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഒരു അസത് പുരുഷൻ്റെ വാണി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വചനങ്ങൾ ഉണ്ടാകുന്നത്? ഭിക്ഷുക്കളെ, ഒരു അസത് പുരുഷൻ, ആ അസത് പുരുഷൻ്റെ വാണി നുണയാണ്, ഏഷ്ണി പറയുന്ന വാക്കുകളാണ്, കടുത്ത വചനം പറയുന്ന വാക്കുകളാണ്, മിഥ്യാഭാഷണം ചെയ്യുന്ന വാക്കുകളാണ്. ഇങ്ങനെയാണ് ഒരു അസത് പുരുഷൻ്റെ വാണി അല്ലെങ്കിൽ വാക്കുകൾ ഉണ്ടാകുന്നത്. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഒരു അസത് പുരുഷൻ്റെ കർമ്മങ്ങൾ ഉണ്ടാകുന്നത്? ഭിക്ഷുക്കളെ, ഒരു അസത് പുരുഷൻ പ്രാണികളെ കൊല്ലുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു. ഇങ്ങനെയാണ് ഒരു അസത് പുരുഷൻ്റെ കർമ്മങ്ങൾ ഉണ്ടാകുന്നത്. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഒരു അസത് പുരുഷൻ്റെ ദിട്ടി അല്ലെങ്കിൽ ദർശനം ഉണ്ടാകുന്നത്? ഭിക്ഷുക്കളെ, ഒരു അസത് പുരുഷന് ഇത്തരം ഒരു ദർശനം അല്ലെങ്കിൽ ദിട്ടി ഉണ്ടാകുന്നു. ദാനത്തിന് ഫലമില്ല, ത്യാഗത്തിനും ദക്ഷിണയ്ക്കും യാതൊരുവിധ ഫലവും ഇല്ല. പുണ്യകർമ്മങ്ങൾക്കും പാപകർമ്മങ്ങൾക്കും പുണ്യഫലമോ പാപകർമ്മമോ ഇല്ല. മരണത്തിന് ശേഷം മറ്റൊരു ജീവിതവും ഇല്ല. അച്ഛൻ അമ്മ എന്ന് വിളിക്കുന്നവർ ആരും തന്നെ ഇല്ല. അതേപോലെ തന്നെ ഓപപാതികോ, അതായത് സ്വയം ജനിക്കുന്ന പ്രാണികളും ഇല്ല. ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള, ശരിയായിട്ടുള്ള രീതിയിൽ അഭ്യസിക്കുന്ന യാതൊരുവിധ ശ്രമണ ബ്രാഹ്മണന്മാരും ഇല്ല. അത്തരം ഒരു ശ്രമണ ബ്രാഹ്മണന്മാരും സ്വന്തം അനുഭവത്തിൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദേശിക്കാനും ഇല്ല. ഭിക്ഷുക്കളെ, ഇങ്ങനെയാണ് ഒരു അസത് പുരുഷൻ്റെതായിട്ടുള്ള ദിട്ടി അല്ലെങ്കിൽ ദർശനമുണ്ടാകുന്നത്. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഒരു അസത് പുരുഷൻ്റെതായിട്ടുള്ള രീതിയിൽ ദാനങ്ങൾ കൊടുക്കുന്നത്? ഭിക്ഷുക്കളെ, ഒരു അസത് പുരുഷൻ ദാനം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധയില്ലാതെയാണ് കൊടുക്കുന്നത്. സ്വന്തം കൈകൾ കൊണ്ട് ദാനം കൊടുക്കുന്നില്ല. ചിന്തയില്ലാതെയാണ് ദാനം കൊടുക്കുന്നത്. അപവിത്രമായിട്ടുള്ള ദാനമാണ് അവർ കൊടുക്കുന്നത്. ആ ദാനത്തിൻ്റെ ഫലം അറിഞ്ഞിട്ടല്ല അവർ ദാനം കൊടുക്കുന്നത്. ഇപ്രകാരമാണ് ഒരു അസത് പുരുഷൻ്റെതായിട്ടുള്ള രീതിയിൽ ദാനം കൊടുക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്ന് കാണുന്ന മിക്ക ആൾക്കാരും അസത് പുരുഷന്മാരാണ്, സത്പുരുഷന്മാരല്ല. അതുകൊണ്ടാണ് അവർ ആരാധനാലയങ്ങളിൽ കോഴിയെ അതേപോലെ തന്നെ ആടിനെ എല്ലാം ദാനമായിട്ട് കൊടുക്കുന്നത്. അവിടെ അവർ അതിനെ കൊന്ന് തിന്നോട്ടെ, യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് കോഴികളെയും ആടുകളെയും ഇത്തരം ആരാധനാ ആലയങ്ങളിൽ അവർ ദാനമായിട്ട് കൊടുക്കുന്നു. ചിലരുണ്ട് പണപ്പിരിവിനു വേണ്ടി കോഴി ബിരിയാണി അതേപോലെ തന്നെ ആടിൻ്റെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഇതെല്ലാം അപവിത്രമായിട്ടുള്ള ദാനമാണ് എന്ന് നമ്മൾക്കറിയണം. അതിൻ്റെ ഫലം വളരെ ചീത്തയായിട്ടുള്ള ഫലം ആയിരിക്കും എന്നും നമ്മൾ അറിയണം. ഭിക്ഷുക്കളെ, ഇത്തരത്തിലുള്ള അസത് പുരുഷന് ഇത്തരം ദുർഗുണങ്ങൾ ഉണ്ട്. ആ വ്യക്തി അത്തരം ദുർഗുണങ്ങൾ ഉള്ള മറ്റ് അസത് പുരുഷന്മാരുമായിട്ട് മാത്രമേ അവർ സംബന്ധം വയ്ക്കാറുള്ളൂ. അതായത് അത്തരം ദുർഗുണങ്ങളുള്ള അസത് പുരുഷന്മാർ, അവരുടെ ചിന്തകൾ, മാർഗനിർദ്ദേശം, വാണി, കർമ്മം, ദർശനം, ദാനം ഇവയെല്ലാം അസത് പുരുഷന്മാരുടേത് തന്നെയായിരിക്കും. അത്തരം അസത് പുരുഷന്മാരുമായിട്ടേ ഈ അസത് പുരുഷന്മാർ കൂട്ടുകൂടുകയുള്ളൂ. അവർ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് മരണശേഷം അവർ അസത് പുരുഷന്മാർക്കുള്ള സ്ഥലത്തായിരിക്കും അവർ പുനർജനിക്കുക. ഭിക്ഷുക്കളെ, ഇത്തരം അസത് പുരുഷന്മാരുടെ ഗതി അല്ലെങ്കിൽ പുനർജന്മം ഏത് സ്ഥലത്തായിരിക്കും? ഒന്നുകിൽ അവർ നരകത്തിൽ ആയിരിക്കും ജനിക്കുന്നത്, അല്ലെങ്കിൽ പശുപക്ഷികളുടെ ലോകത്തായിരിക്കും അവർ ജനിക്കുന്നത്. ഭിക്ഷുക്കളെ, ഒരു സത്പുരുഷന് മറ്റൊരു സത്പുരുഷനെ അറിയാൻ സാധിക്കുമോ ഈ വ്യക്തി ഒരു സത്പുരുഷനാണ് എന്ന്? തീർച്ചയായിട്ടും ബന്ദേ, സാധു ഭിക്ഷവേ. തീർച്ചയായിട്ടും ഒരു സത്പുരുഷൻ മറ്റൊരു
വ്യക്തി സത്പുരുഷനാണ് എന്ന് അറിയാൻ സാധിക്കും. അത് സംഭവ്യമാണ്. ഭിക്ഷുക്കളെ, ഒരു സത്പുരുഷന് മറ്റൊരു അസത്പുരുഷനെക്കുറിച്ച് അറിയാൻ സാധിക്കുമോ? ഈ വ്യക്തി അസത്പുരുഷനാണ് എന്ന്? തീർച്ചയായിട്ടും ബന്ധേ, സാധു ഭിക്ഷവേ. ഒരു സത്പുരുഷന് മറ്റൊരു വ്യക്തി അസത്പുരുഷനാണ് എന്ന് അറിയാൻ സാധിക്കും. ഇത് സംഭവ്യമാണ്. ഒരു സത്പുരുഷന് നല്ല കുറച്ച് ഗുണങ്ങളുണ്ട്. സത്പുരുഷന്മാരുമായിട്ട് മാത്രമേ ആ വ്യക്തി കൂട്ടുകൂടാറുള്ളൂ. ആ സത്പുരുഷന്മാർക്ക് നല്ല ചിന്തകളായിരിക്കും ഉണ്ടാകുക. ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശമായിരിക്കും അവർ തരിക. ശരിയായിട്ടുള്ള വാണിയായിരിക്കും, ശരിയായിട്ടുള്ള കർമ്മമായിരിക്കും, ശരിയായിട്ടുള്ള ദർശനമായിരിക്കും, ശരിയായിട്ടുള്ള ദാനമായിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന സത്പുരുഷന്മാരുമായിട്ട് മാത്രമേ മറ്റൊരു സത്പുരുഷൻ കൂട്ടുകൂടുകയുള്ളൂ. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഒരു സത്പുരുഷന് നല്ല ധർമ്മങ്ങൾ ഉണ്ടാകുന്നത്? ഭിക്ഷുക്കളെ, ഒരു സത്പുരുഷൻ ശ്രദ്ധാവാനാണ്. പാപകർമ്മങ്ങൾ ചെയ്യാൻ ലജ്ജയുണ്ട്. പാപകർമ്മങ്ങളിൽ ഭയപ്പെടുന്നു. ധാരാളം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. വീര്യവാൻ ആണ്. പ്രതിഷ്ഠിതമായിട്ടുള്ള സതി ഉള്ളവൻ ആണ്. പ്രജ്ഞാണ്. ഭിക്ഷുവേ, ഇപ്രകാരമാണ് ഒരു സത്പുരുഷന് നല്ല ധർമ്മങ്ങൾ ഉണ്ടാകുന്നത്. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഒരു സത്പുരുഷൻ മറ്റൊരു സത്പുരുഷനുമായിട്ട് സംബന്ധം സ്ഥാപിക്കുന്നത്? ഭിക്ഷുക്കളെ, ഒരു ശ്രമണ ബ്രാഹ്മണൻ ശ്രദ്ധാവാനാണ്. ലജ്ജയുണ്ട്, ഭയമുണ്ട്, ധാരാളം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്, ആരാധ്യവീര്യൻ, അതേപോലെ തന്നെ സതി, പ്രജ്ഞ തുടങ്ങിയവ ഉള്ളവരാണ്. അത്തരം ശ്രമണ ബ്രാഹ്മണരുമായിട്ട് മാത്രമേ ഒരു സത്പുരുഷൻ കൂട്ടുകൂടാറുള്ളൂ, സൗഹൃദം ഉണ്ടാക്കുകയുള്ളൂ. ഇപ്രകാരമാണ് ഒരു സത്പുരുഷൻ മറ്റൊരു സത്പുരുഷനുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നത്. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഒരു സത്പുരുഷന് സത്പുരുഷൻ്റേതായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്? ഭിക്ഷുക്കളെ, ഒരു സത്പുരുഷൻ സ്വയം ഹാനി വരുത്താൻ ആഗ്രഹിക്കുന്നില്ല, മറ്റുള്ളവർക്കും ഹാനി വരുത്താൻ ആഗ്രഹിക്കുന്നില്ല, തനിക്കും മറ്റുള്ളവർക്കും ഹാനി വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയാണ് ഒരു സത്പുരുഷന് സത്പുരുഷൻ്റേതായിട്ടുള്ള ചിന്താഗതി ഉണ്ടാകുന്നത്. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഒരു സത്പുരുഷൻ സത്പുരുഷൻ്റേതായിട്ടുള്ള രീതിയിൽ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്? ഭിക്ഷുക്കളെ, ഒരു സത്പുരുഷൻ സത്പുരുഷൻ്റേതായിട്ടുള്ള രീതിയിൽ മാർഗനിർദ്ദേശം കൊടുക്കുന്നു. അത് സ്വയം ഹാനി ഉണ്ടാക്കുന്നില്ല, മറ്റുള്ളവർക്കും ഹാനി ഉണ്ടാക്കുന്നില്ല, തനിക്കും മറ്റുള്ളവർക്കും ഹാനി ഉണ്ടാക്കുന്നില്ല. ഇപ്രകാരമാണ് ഒരു സത്പുരുഷൻ സത്പുരുഷൻ്റേതായിട്ടുള്ള രീതിയിൽ മാർഗനിർദ്ദേശം കൊടുക്കുന്നത്. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഒരു സത്പുരുഷന് സത്പുരുഷൻ്റേതായിട്ടുള്ള വാണി ഉണ്ടാകുന്നത്? ഭിക്ഷുക്കളെ, ഒരു സത്പുരുഷൻ നുണ പറയുന്നില്ല, ഏഷ്ണി പറയുന്നില്ല, കടുവചനം പറയുന്നില്ല, മിഥ്യാഭാഷണം ചെയ്യുന്നില്ല. എങ്ങനെയാണ് സത്പുരുഷന് സത്പുരുഷൻ്റേതായിട്ടുള്ള വാണി ഉണ്ടാകുന്നത്? ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഒരു സത്പുരുഷന് സത്പുരുഷൻ്റേതായിട്ടുള്ള കർമ്മം ഉണ്ടാകുന്നത്? ഭിക്ഷുക്കളെ, ഒരു സത്പുരുഷൻ പ്രാണികളെ കൊല്ലുന്നില്ല, മോഷ്ടിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല. ഇങ്ങനെയാണ് ഒരു സത്പുരുഷന് സത്പുരുഷൻ്റേതായിട്ടുള്ള കർമ്മം ഉണ്ടാകുന്നത്. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് സത്പുരുഷന് സത്പുരുഷൻ്റേതായിട്ടുള്ള ദിഠി അല്ലെങ്കിൽ ദർശനം ഉണ്ടാകുന്നത്? ഭിക്ഷുക്കളെ, ഒരു സത്പുരുഷന് ഇത്തരം ദർശനമാണ് ഉണ്ടാകുന്നത്. ദാനത്തിന് ഫലമുണ്ട്, ത്യാഗത്തിന് ഫലമുണ്ട്, ദക്ഷിണയ്ക്ക് ഫലമുണ്ട്. പുണ്യ പാപ പ്രവൃത്തികൾക്ക് പുണ്യ പാപ ഫലങ്ങൾ ഉണ്ട്. മരണശേഷം മറ്റൊരു ജീവിതമുണ്ട്. അച്ഛൻ അമ്മ എന്ന് പറയുന്നവർ ഉണ്ട്. അതുകൂടാതെ ഓപപാതികോ ആയിട്ടുള്ള ജീവികളും ഉണ്ട്. അതായത് സ്വയം ഗർഭധാരണമില്ലാതെ ജനിക്കുന്ന ജീവികളും ഉണ്ട്. ശരിയായിട്ടുള്ള രീതിയിൽ അഭ്യസിക്കുന്ന, ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ശ്രമണ ബ്രാഹ്മണന്മാരും ഉണ്ട്. ആ ശ്രമണ ബ്രാഹ്മണന്മാർ സ്വന്തം അന്തർദൃഷ്ടിയാൽ മരണശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. എന്നിട്ട് ആ പരലോകത്തെക്കുറിച്ചിട്ട് വ്യാഖ്യാനം ചെയ്യുന്നവരാണ്. ഇങ്ങനെയാണ് സത്പുരുഷന്മാർക്ക് സത്പുരുഷൻ്റേതായിട്ടുള്ള ദർശനം അല്ലെങ്കിൽ ദിഠി ഉണ്ടാകുന്നത്. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് സത്പുരുഷൻ സത്പുരുഷൻ്റേതായിട്ടുള്ള രീതിയിൽ ദാനം കൊടുക്കുന്നത്? ഭിക്ഷുക്കളെ, ഒരു സത്പുരുഷൻ ശ്രദ്ധാപൂർവമാണ് ദാനം കൊടുക്കുന്നത്. സ്വന്തം കൈകൾ കൊണ്ടാണ് ദാനം കൊടുക്കുന്നത്. ശരിയായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് ദാനം കൊടുക്കുന്നത്. അവർ അപവിത്രമായിട്ടുള്ള ദാനം കൊടുക്കുന്നില്ല. ദാനത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കും അവർ ദാനം കൊടുക്കുന്നത്.
ഇവിടെ അപവിത്രമായിട്ടുള്ള ദാനം എന്ന് പറയുന്ന സമയത്ത് അവർ ഒരിക്കലും പ്രാണികളെ ദാനമായിട്ട് കൊടുക്കാറില്ല. ഉദാഹരണമായിട്ട് എവിടെയെങ്കിലും പ്രാണികളെ കൊല്ലുന്നുണ്ട് എങ്കിൽ, ആരാധനാലയത്തിൽ പ്രാണികളെ കൊല്ലുന്നുണ്ട് എങ്കിൽ അവർ ആടുകളെയോ മാടുകളെയോ ഒരിക്കലും ദാനമായിട്ട് അവിടെ കൊടുക്കാറില്ല. കാരണം അത് അപവിത്രമായിട്ടുള്ള ദാനമാണ്. അതിൻ്റെ ഫലത്തെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ടായിരിക്കും അവർ ദാനം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഏത് തരത്തിലുള്ള ദാനമായി കഴിഞ്ഞാലും അതിൻ്റേതായിട്ടുള്ള ഫലം തനിക്ക് ലഭിക്കും എന്ന് അവർ അറിഞ്ഞുകൊണ്ടാണ് അവർ ദാനം ചെയ്യുന്നത്. ഭിക്ഷുക്കളെ, അത്തരം സത്പുരുഷന്മാർക്ക് അത്തരം നല്ല ഗുണങ്ങളുണ്ട്. അവർ അതേ രീതിയിലുള്ള ചിന്തകളുള്ള, ഉപദേശം കൊടുക്കുന്ന, വാണിയുള്ള, കർമ്മമുള്ള, ദർശനമുള്ള, ദാനമുള്ള സത്പുരുഷന്മാരുമായിട്ട് മാത്രമേ അവർ കൂട്ടുകൂടുകയുള്ളൂ. അവരുടെ മരണശേഷം അവരുടെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അവർ സത്പുരുഷന്മാരുടെ സ്ഥാനത്തായിരിക്കും ജനിക്കുക. ഭിക്ഷുക്കളെ, അത്തരം സത്പുരുഷന്മാരുടെ ഗതി എന്തായിരിക്കും? അവർ എവിടെയായിരിക്കും പുനർജനിക്കുക? ഭിക്ഷുക്കളെ, അത്തരം സത്പുരുഷന്മാർ ദേവന്മാരിൽ ഉന്നത സ്ഥാനമുള്ള ദേവന്മാരായിട്ട് ആയിരിക്കും ജനിക്കുക, അല്ലെങ്കിൽ മനുഷ്യരിൽ ഉത്തമരായിട്ടുള്ള മനുഷ്യരായിട്ടായിരിക്കും ജനിക്കുക. അതാണ് ഭഗവാൻ പറഞ്ഞത്. ഭിക്ഷുക്കൾ ഭഗവാന്റെ വചനങ്ങളെ അനുമോദിച്ചു, എന്നിട്ട് അതിൽ തൃപ്തരായി. ചൂള പുണ്ണമ സുത്തം നിഠിതം. ഈ സൂത്രത്തിൽ സത്പുരുഷന്മാരെക്കുറിച്ചിട്ടും അസത്പുരുഷന്മാരെക്കുറിച്ചിട്ടും ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ് എന്ന് നമ്മൾ തന്നെ തീർച്ചപ്പെടുത്തണം. അതിനുശേഷം അസത്പുരുഷന്മാരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സത്പുരുഷന്മാരായിട്ട് മാറാൻ ശ്രമിക്കണം. ഇതാണ് ഈ സൂത്രത്തിൻ്റെ സന്ദേശം. സൂത്രം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയത്തേക്ക് നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.